CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് PK ശശി പോയാൽ ശശിക്ക് പോയി എന്നല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. PK ശശിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ശേഷം മണ്ണാർക്കാട് സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യാത്തതിൽ കൗൺസിലിൽ തർക്കം. ഇത് ഭരണസമിതിയുടെ അനാസ്ഥയാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു. സാങ്കേതിക പ്രശ്നങ്ങളാണ് തടസ്സമെന്നും പെൻഷൻ മുടക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ പെൻഷനു വേണ്ടി വാദിക്കുന്നത് എന്നും ഭരണപക്ഷം പറഞ്ഞതോടെ തർക്കമായി. മാധ്യമവിലക്കിനെതിരെ ചെർപ്പുളശ്ശേരി നഗരസഭാ കൗൺസിലിൽ കണ്ണുകെട്ടി പ്രതിഷേധം. മുസ്ലിം ലീഗ് കൗൺസിലർ റിഷാദ് വാണിയപ്പുറയാണ് വ്യാഴാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിൽ കണ്ണുമൂടിക്കെട്ടി എത്തിയത്. എന്നാൽ മാധ്യമങ്ങളെ സംരക്ഷിക്കാൻ ശക്തിയും മനസ്സും ഉള്ളവരാണ് തങ്ങളെന്ന് ഭരണപക്ഷവും വ്യക്തമാക്കി. രഹസ്യവിവരത്തിൽ ചെർപ്പുളശ്ശേരി പോലീസ് നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്നായ MDMA-യുമായി 4 പേർ പിടിയിൽ. കർണാടക സ്വദേശിയായ ഒരു വനിതയുൾപ്പെടെ 4 പേരെയാണ് വെള്ളിനേഴിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് PK ശശി പോയാൽ ശശിക്ക് പോയി എന്നല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. PK ശശിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ശേഷം മണ്ണാർക്കാട് സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാർട്ടിക്കെതിരായി പ്രസംഗിക്കാൻ പോകുന്നതിന് 72 മണിക്കൂർ മുമ്പ് രാജിക്കത്ത് തിരുവനന്തപുരത്ത് കൊണ്ടു കൊടുത്തിട്ട് ആ ത്യാഗി, മഹാത്യാഗി ഇവിടെ വന്നിട്ട് പാലക്കാട്ട് കുറച്ച് ആൾക്കാരെ കല്യാണ മണ്ഡലത്തിൽ പിടിച്ചിരുത്തിയിട്ട് ആഞ്ഞടിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട്. അവസാന നിമിഷം വരെ ഈ പാർട്ടിയുടെ ഊറ്റിക്കുടിച്ച് അത് ശരീരത്തിലെത്തി അത് ദഹിക്കുന്നതിന്റെ മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തള്ളിപ്പറഞ്ഞാൽ വെറുതെ ഇരിക്കുവാൻ മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങേപ്പുറത്താണ് വർഗശത്രുവിന്റെ പാളയത്തിലേക്കാണ് പോയതെങ്കിൽ അവരെ ആ നിലയിൽ തന്നെ കാണുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വളരെ വിനയപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവസാന നിമിഷം വരെ പാർട്ടിയെ ഊറ്റിക്കുടിച്ച് അത് ദഹിക്കുന്നതിന് മുൻപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തള്ളിപ്പറഞ്ഞാൽ നോക്കിയിരിക്കില്ല. വർഗശത്രുവിന്റെ പാളയത്തിൽ പോയവരെ ആ നിലയിൽ തന്നെ കാണും. PK ശശിക്കെതിരെ 6 തവണ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തെറ്റുപറ്റിയാൽ തിരുത്തുകയെന്നതാണ് പാർട്ടി നയം. നന്നായി പ്രവർത്തിക്കുന്ന സഖാക്കളെ മേൽക്കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തുന്നത് പാർട്ടിയുടെ രീതിയാണ്. നിലവിലെ സാഹചര്യത്തിൽ മണ്ണാർക്കാട് നിന്ന് ശശി MLA ആകില്ല. ശശിയെ 1-ാം തരം മണ്ഡലത്തിൽ നിന്നാണ് വിജയിപ്പിച്ചത്. 5 കൊല്ലം MLA ആയാൽ പിന്നെ അവിടെ നിർത്താൻ പറ്റാത്ത ആളായി മാറാൻ ശശിക്ക് പ്രത്യേക കഴിവുണ്ട്. MLA സീറ്റ് നൽകാതിരുന്ന ശശിയെ KTDC ചെയർമാനാക്കി. KTDCയെ കൊണ്ട് എങ്ങനെ പരമാവധി ഉപദ്രവിക്കാമെന്ന് അദ്ദേഹം കാണിച്ചു തന്നെന്നും വിജയരാഘവൻ പറഞ്ഞു. PK ശശിക്ക് നമ്മുടെ പാർട്ടി അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. MLA ആയിരുന്നല്ലോ. MLA ആയിരുന്നു. MLA എന്ന് പറഞ്ഞാൽ ഏത് നിയോജകമണ്ഡലത്തിനാ മത്സരിച്ചേ? മണ്ണാർക്കാട്ടിൽ നിന്നാണോ ശശി MLA ഇത്? മണ്ണാർക്കാട്ട് ശശി മത്സരിച്ച MLA ആവോ? മണ്ണാർക്കാട്ടത്ത് മത്സരിച്ചു നോക്കട്ടെ. ആവില്ലല്ലോ. ആവൂലെന്നേ. പറയാൻ ബുദ്ധിമുട്ടുള്ള ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ അത്ര എളുപ്പമല്ല അത്. പാർട്ടി എന്താ ചെയ്തത്? ഈ സംസ്ഥാനത്ത് നമുക്ക് മത്സരിച്ചാൽ 1ാമതെത്തുന്ന നിയോജകമണ്ഡലത്തിലാണ് PK ശശിയെ നമ്മൾ മത്സരിപ്പിച്ചത്. ശശിക്ക് ഒരു ഗുണമുണ്ട്. എന്താണ്? 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അവിടെ മത്സരിപ്പിക്കാൻ പറ്റാത്ത ഒരാളായി മാറാനുള്ള അനിതര സാധാരണമായ കഴിവുണ്ട്. അവിടെ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് 2ാമത് മത്സരിപ്പിക്കാൻ പറ്റില്ല. നമ്മളെ പെശ കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ഗുണം കൊണ്ടാണ് അദ്ദേഹത്തെ വീണ്ടും നമുക്ക് മത്സരിപ്പിക്കാൻ പറ്റാതിരുന്നത്. പാർട്ടി എന്ത് സമീപനം സ്വീകരിച്ചു? ചെങ്കൊടിക്ക് മുകളിൽ പറക്കാൻ ശശിയല്ല ആരെയും അനുവദിക്കില്ലെന്ന് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ശശിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് എല്ലാ ആനുകൂല്യവും പറ്റി ഈ പാർട്ടിയുടെ ഉച്ഛിഷ്ടം നിന്ന് വളർന്ന ശരീരമാണ് PK ശശിയുടെ ശരീരം. പാർട്ടിയുടെ ഉച്ഛിഷ്ടം നിന്നിട്ടാ നിങ്ങള് വളർന്നിട്ടുള്ളത്. പാർട്ടിയുടെ പിൻപറ്റി ഈ മണ്ണാർക്കാട് ഏരിയയിൽ നിങ്ങൾ പല സംഭവത്തിനും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ
ജനിക്കുമ്പോ തന്നെ സമ്പന്നനായതല്ല. ഈ പാർട്ടിയുടെ മറവിൽ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് പി കെ ശശി എന്നുള്ളത് ഞങ്ങൾക്കറിയാണ്ടല്ല. ഇനി ഞങ്ങൾ പറയാൻ പഠിക്കില്ല. മണ്ണാറക്കാട്ട് അങ്ങാടിയിൽ ശശി ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോകുമ്പോ എന്തേ ശശി വിശേഷം ചോദിക്കാൻ ആളില്ലാത്ത വെറും ശശിയായി മാറും. കാലം തെളിയിക്കും. ഇപ്പൊ ശശിന്റെ പണി എന്താ ചോദിച്ചാ, ഏതെങ്കിലും ഒന്നിനും തിരിയാത്ത പിള്ളേരിനെ വെച്ചിട്ട് ഒരേ പ്രസംഗമാണ്. പിന്നെ നാക്കിന് എല്ലില്ലാത്ത കൊണ്ട് എന്ത് വേണ്ടാത്തും പറയാലോ. അതിനനുസരിച്ച് നമുക്ക് മറുപടി പറയാൻ പറ്റുമോ? ഒരു മണ്ണാർക്കാട് ഒരു കുലിക്കലടി പറഞ്ഞൊരു സ്ത്രീ ഉണ്ട്. എന്താണ് കലിക്കലടിയ? അല്ല ഏതോ ഒന്ന് എന്താ എഴുതുന്നത്, മുസ്ലിം ലീഗിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പറയുന്നില്ല. ഇപ്പൊ എന്ത് തോന്നിയ ആസവും പാർട്ടിയെ കുറിച്ച് പറയുക എന്നുള്ള നിലയിലേക്ക് പോവാണ്. അതിനൊന്നും ഞങ്ങൾ എല്ലാത്തിനും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പോലും പാർട്ടിക്കൊപ്പം നിന്നപ്പോൾ മണ്ണാർക്കാട് മണ്ഡലം എന്നും ഗാലറിയിലിരുന്ന് കളി കാണേണ്ടി വന്നത് മണ്ണാർക്കാട്ടെ പാർട്ടിയെ നേർവഴിക്ക് നയിക്കാത്തത് കൊണ്ടാണെന്ന് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി പറഞ്ഞു. നാം അറിയണം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ അയൽപ്പക്ക മണ്ഡലങ്ങളിൽ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പോലും വിജയിക്കാനായപ്പോ, ഈ പാർട്ടിക്ക് വിജയിക്കാനായപ്പോ മണ്ണാർക്കാട് മണ്ഡലം എന്നും പ്രതിപക്ഷത്തെ ഗാലറിയിലിരുന്ന് കളി കാണേണ്ട സാഹചര്യത്തിലേക്ക് നാം പോയത് മണ്ണാർക്കാട്ടെ പാർട്ടിയെ CPIM-നെ ശരിയായ ദിശയിൽ കൊണ്ടുപോകാനിട്ടാണ്. ഇവിടെ പാർട്ടിക്ക് പ്രവർത്തകരില്ലാഞ്ഞിട്ടല്ല. കഴിഞ്ഞ ഏതാനും ചുരുങ്ങിയ നാളുകൾ ഞങ്ങൾക്കറിയാം, ഓരോ പഞ്ചായത്തിലെയും ഓരോ ലോക്കൽ കമ്മിറ്റിയിലെയും ബ്രാഞ്ചുകളിലെയും നൂറുകണക്കിന് വരുന്ന സഖാക്കൾ അവരെല്ലാം ഈ പാർട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ്. അവരെല്ലാം ചേർത്ത് പിടിക്കേണ്ടതാണ്. പക്ഷേ അവിടെയൊന്നും പാർട്ടി താല്പര്യങ്ങളായിരുന്നില്ല മണ്ണാർക്കാട് നടപ്പായിക്കൊണ്ടിരുന്നത്. നിരാശയോടെ പിൻവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഒരൊറ്റ സഖാവിനെ പോലും തനിക്ക് മീതെ ഉയർന്നു വരാൻ ആരെയും അനുവദിക്കില്ല എന്ന ധിക്കാരപരമായ സമീപനം എത്ര പേർ കരഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിച്ച് പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗം UT രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ, KK രാജൻ എന്നിവർ പ്രസംഗിച്ചു. CCN മണ്ണാർക്കാട്. മാധ്യമവിലക്കിനെതിരെ ചെർപ്പുളശ്ശേരി നഗരസഭ കൌൺസിലിൽ കണ്ണുകെട്ടി പ്രതിഷേധം. മുസ്ലിം ലീഗ് കൌൺസിലർ നിഷാദ് വാണിയപ്പുരയാണ് വ്യാഴാഴ്ച നടന്ന കൌൺസിൽ യോഗത്തിൽ കണ്ണുമൂടിക്കെട്ടി എത്തിയത്. എന്നാൽ മാധ്യമങ്ങളെ സംരക്ഷിക്കാൻ ശക്തിയും മനസ്സും ഉള്ളവരാണ് തങ്ങളെന്ന് ഭരണപക്ഷവും വ്യക്തമാക്കി. കഴിഞ്ഞ കൌൺസിൽ യോഗത്തിൽ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ലീഗ് കൌൺസിലർ നിഷാദ് വാണിയപ്പുര കണ്ണുമൂടിക്കെട്ടി എത്തിയത്. മാധ്യമങ്ങളെ മാറ്റി നിർത്തുന്നതിലുള്ള പ്രതിഷേധമാണിതെന്ന് നിഷാദ് പറഞ്ഞു. ചായ കൊണ്ടുവരുന്നത് തടയും എന്ന് പറഞ്ഞു. ചെയർപേഴ്സൺ കഴിഞ്ഞ ദിവസം മീഡിയത്തിൽ പറയുന്നത് ചായ കൊണ്ടുവരുന്നതിന് തടസ്സം നിൽക്കരുത്. ചായ ആനപ്പുറത്ത് ശിങ്കാരിമേളത്തിൻ്റെ അകമ്പടിക്കുന്നവരാണ് വരുന്നത്. ഒരാൾ ചായ നിർമ്മിതിന് പോകാനുള്ള ഗ്യാപ്പ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അത്തരത്തിലുള്ള ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞ് മീഡിയാസിനെ തടയുന്ന ഒരു രൂപം ഉണ്ടായി. അതുപോലെ തന്നെ മീഡിയാസിനെ ഇവർ ഭയക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇവർ ദേശാഭിമാനിയും കൈരളിയും വരുന്ന വാർത്തകൾ പോലെ അസത്യങ്ങൾ മാത്രം ജനങ്ങളിലേക്ക് എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതോ ഇവിടെ പ്രാദേശിക ചാനലുകൾ ഇവിടുന്ന് കൊടുക്കുന്ന വാർത്തകൾ, ആ വാർത്തകൾ ഇവർക്ക് അസ്വാഭാവികതയോ അല്ലെങ്കിൽ ഇവരെ പേടിപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഇന്ന് മനസ്സിലാകുന്നത്. അതിന്റെ പ്രതിഷേധമായിട്ടാണ് ഞാൻ ഇന്ന് കണ്ണ് മൂടിക്കെട്ടി കൗൺസിൽ ഹാളിൽ പങ്കെടുത്തിരുന്നത്. എന്നാൽ മാധ്യമങ്ങളെ സംരക്ഷിക്കാൻ ശക്തിയും മനസ്സും ഉള്ളവരാണ് തങ്ങളെന്ന് വൈസ് ചെയർപേഴ്സൺ C ജയകൃഷ്ണൻ പറഞ്ഞു. അഭിപ്രായം പറയും. അവിടെ ഇസാഖൊക്കെ പറയുമ്പോ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. ഒരു ബേജാറും വേണ്ട. അതിനങ്ങൾ ബേജാറായിട്ട് വരയ്ക്കരുണ്ട. നിങ്ങൾ അതിന് ബേജാറാവണ്ട. മീഡിയയെ സംരക്ഷിക്കാനും മീഡിയയെ നിലനിർത്താനും മീഡിയയ്ക്ക് വേണ്ടി എന്തും ചെയ്യാനും ഉള്ള നിങ്ങളെക്കാൾ ശക്തിയും നിങ്ങളെക്കാൾ മനസ്സുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവരെന്ന് മനസ്സിലാക്കിയാൽ മതി. ഒന്നും വേണം. എന്നാൽ മാധ്യമങ്ങൾക്ക് യാതൊരു വിലക്കും ഉണ്ടായിട്ടില്ലെന്ന് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP സമീജും പറഞ്ഞു. ഇന്നത്തെ ജനങ്ങൾ മീഡിയ സ്വാഗതം ചെയ്തിട്ടുള്ള അനുഭവം മാത്രമേ ഉള്ളൂ. CCN ചെർപ്പുളശ്ശേരി.
ചെർപ്പുളശ്ശേരി നഗരസഭയിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യാത്തതിൽ കൗൺസിലിൽ തർക്കം. ഇത് ഭരണസമിതിയുടെ അനാസ്ഥയാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു. സാങ്കേതിക പ്രശ്നങ്ങളാണ് തടസ്സമെന്നും പെൻഷൻ മുടക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ പെൻഷന് വേണ്ടി വാദിക്കുന്നത് എന്ന് ഭരണപക്ഷം പറഞ്ഞതോടെ തർക്കമായി. ചെയർപേഴ്സണെ കൺക്ലൂഡ് ചെയ്തോളൂ. നിങ്ങളോട് ഇരിക്കാമെന്ന് നമ്മൾ ആരും പറയുന്നില്ല. അത് നിങ്ങൾ നിൽക്കുക അറിയാൻ പോകുക എന്താ നിങ്ങൾ തീരുമാനമാണ്. അതൊന്നും വിഷയമല്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷകർക്ക് അനുമതി നൽകുന്നതിനുള്ള അജണ്ടയിലാണ് തർക്കമുണ്ടായത്. തൊട്ടടുത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ പെൻഷൻ ഒന്നാം ഘട്ടം വിതരണം നടത്തിയിട്ടും ചെർപ്പുളശ്ശേരിയിലെ 2400ഓളം ഗുണഭോക്താക്കൾക്ക് ഇതുവരെയും പെൻഷൻ നൽകാനായില്ലെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. ഇത് ഭരണസമിതിയുടെ അനാസ്ഥയാണെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. എന്നാൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് പെൻഷൻ വിതരണം വൈകാൻ കാരണമെന്നും ചില ജീവനക്കാർ പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP സമീജും പറഞ്ഞു. ഈ അപേക്ഷ വന്നത് ഏത് രീതിയിലുള്ള ഉദ്യോഗസ്ഥരാണ് നമ്മുടെ നഗരസഭയിൽ കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരുന്നു. ജീവനക്കാർക്ക് പല രാഷ്ട്രീയ ആശയങ്ങളും പല മറ്റ് സംഘടനകൾ നേതൃത്വം പ്രവർത്തിക്കുന്ന തൊഴിലാളികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളിയെ ചെർപ്പുളശ്ശേരി നഗരസഭാ ഭരണസമിതി ഈ രീതിയിൽ ഇന്നേ വരെ നോക്കിക്കണ്ടിട്ടില്ല എന്ന അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൂടി നമ്മൾ ഏറ്റെടുക്കുക, സംശയമല്ല. പക്ഷേ ആ ജീവനക്കാരൻ ഈ സർക്കാർ ഈ ഭരണത്തിൽ നിന്ന് മട്ടുപടിക്കാൻ വേണ്ടി രീതിയിൽ നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പെൻഷൻ മുടക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ പെൻഷന് വേണ്ടി വാദിക്കുന്നത് എന്ന് ഭരണപക്ഷം പറഞ്ഞതോടെ തർക്കമായി. സ്ത്രീ സുരക്ഷാ പദ്ധതി ഏവർക്കും കിട്ടുന്നതാണ്. അത് കൊണ്ടുപോകണം എന്നേ പറയുള്ളൂ. എന്നാൽ സെക്രട്ടറിയുടെ ഡിജിറ്റൽ ഒപ്പ് നൽകാൻ കഴിയാത്തതിലുള്ള സാങ്കേതിക തടസ്സമാണ് പ്രശ്നത്തിന് കാരണമെന്നും ഇക്കാര്യം കഴിഞ്ഞ കൗൺസിലിൽ അറിയിച്ചിരുന്നതായും ചെയർപേഴ്സൺ KT ജംസിയ മറുപടി നൽകി. സെക്രട്ടറിയുടെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് അതിനൊരു സാങ്കേതികമായ ഒരു തടസ്സവും നമ്മൾ വരുത്തിയിട്ടില്ല. അത് ഒരു കാര്യം കൂടി നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ളത് എനിക്കെതിരെ വന്ന ഒരു ആരോപണം കൂടി ഞാൻ ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് അപ്പോ നമ്മുടെ ഭാഗത്തുനിന്ന് അതിലൊരു തടസ്സം നമ്മൾ വരുത്തിയിട്ടില്ല. നമ്മൾ ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി നല്ല കൈ നീട്ടി സ്വീകരിച്ച ഒരു പദ്ധതി തന്നെയാണ്. സംസ്ഥാന സർക്കാർ സ്ത്രീകളെ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഈ സ്ത്രീ സമൂഹത്തിന് നല്ലൊരു പരിഗണന നൽകുന്ന ഈ ഒരു പദ്ധതി നല്ല കൈ നീട്ടി ആഹ്ലാദപരമായി മാതൃകാപരമായി സ്വാഗതം ചെയ്ത നഗരസഭ തന്നെയാണ് ചെർപ്പുളശ്ശേരി നഗരസഭ. അതിലൊരു വ്യത്യാസവും ഇല്ല. പക്ഷെ അത് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റുകൊണ്ട് മാത്രമല്ല. ഫസ്റ്റത്തെ ഘട്ടത്തിലേക്ക് അതിലേക്ക് ഒരു ഡിജിറ്റൽ സൈൻ ഇടേണ്ട, അല്ലാതെ ഞാനല്ല അത് ഓതറൈസ് ചെയ്ത് വിടേണ്ട കാര്യം ഉണ്ടായിരുന്നത്. അത് സെക്രട്ടറി ആയിരുന്നു ചെയ്യേണ്ടത്. ആ സെക്രട്ടറി അന്നൊരു വയ്യാന്റെ ഒരു അസുഖം മൂലം 2-3 ദിവസം ലീവ് എടുത്തു. അതിൽ ആ ഡിജിറ്റൽ സൈൻ ചെയ്യാൻ വൈകിയത് അതുകൂടെ പബ്ലിക്കായിട്ട് നിങ്ങളോട് പറഞ്ഞതാണ്. ഇതോടെ ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന്റെ അടുത്താണ് കുഴപ്പമെന്ന് നിങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നോട്ടീസ് കൊണ്ട് നടപടിയെടുക്കാണ് തീരുമാനം. മാത്രമല്ല ഇവിടെ സെക്രട്ടറി കൃത്യമായിട്ട് പ്രമാണം നടത്തി. ആ പ്രമാണം നടത്തിയതുകൊണ്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ പോകാൻ വഴിക്ക് അത് കഴിഞ്ഞ ഭരണ സ്ത്രീ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച് പ്രതിപക്ഷം അവശ്യവിവാദം ഉണ്ടാക്കുകയാണെന്ന് ഭരണപക്ഷ കൗൺസിലർ സച്ചിദാനന്ദൻ പറഞ്ഞു. ഈ സ്ത്രീകൾക്ക് 1000 രൂപ അപേക്ഷ വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ നടത്തിയ ഒരു പരാമർശം. ഈ ആളുകൾ ഇന്ന് നമ്മൾ പറഞ്ഞത് എന്താണ്? 1000 രൂപ സുബീഷ് 1000 രൂപ നൽകും എന്ന് പറഞ്ഞു ഇടതുപക്ഷ സർക്കാർ. 1000 രൂപ കൊടുത്തു തുടങ്ങി. അതിൽ ചെർപ്പശ്ശേരി നഗരസഭയ്ക്ക് പറ്റിയത് കഴിഞ്ഞ കൗൺസിലിൽ ബഹുമാനപ്പെട്ട സെക്രട്ടറി കൃത്യമായി പറഞ്ഞതിന് വീഡിയോ കൂടി ഈ മാധ്യമം എടുക്കാൻ തരും. എന്താണ് പറഞ്ഞതെങ്കിൽ സെക്രട്ടറിയുടെ ഡിജിറ്റൽ സൈൻ വഴുകിയതിന്റെ കാരണം നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ചെർപ്പശ്ശേരി നഗരസഭ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ ഓഫീസിലടക്കം നമ്മൾ ബന്ധപ്പെട്ടു. സെക്കൻഡ് അലോട്ട്മെന്റ് വരും ദിവസങ്ങളിൽ വരികയാണ്. ചെർപ്പുളശ്ശേരിയിലെ എല്ലാ എല്ലാ സഹോദരിമാർക്കും എല്ലാ അമ്മമാർക്കും എല്ലാം ഈ പെൻഷൻ അപേക്ഷിച്ച് അപ്രൂവലായ എല്ലാവർക്കും വരും ദിവസങ്ങളിൽ അക്കൗണ്ടിൽ പണമെത്തും. 4 അജണ്ടകളാണ് വ്യാഴാഴ്ച ചേർന്ന കൗൺസിലിൽ ചർച്ച ചെയ്തത്. CCN ചെർപ്പുളശ്ശേരി. PK ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ നടത്തിയ വിവാദ സ്ത്രീവിരുദ്ധ പ്രസ്താവനകളിൽ നേതാക്കൾക്കെതിരെ നടപടിയുമായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം KS അലീഖ,
ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്ത മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് താക്കീത് നൽകിയത്. CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണനെയും DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീനെയും CPM നേതൃത്വം താക്കീത് ചെയ്തു. PK ശശിയെ പുറത്താക്കിയതിന് പിന്നാലെ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഇനി തറവാട്ടിൽ പിറന്ന സ്ത്രീകൾക്ക് വരാമെന്ന NK നാരായണന്റെ പ്രസ്താവനയിലാണ് താക്കീത്. ശശിക്ക് പാർട്ടി ഓഫീസ് അനാശാസ കേന്ദ്രമായിരുന്നുവെന്നാണ് DYFI ജില്ലാ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് തിരുത്താനും പാർട്ടി നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ, ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്ത മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് താക്കീത് നൽകിയത്. ഇരുവരുടെയും പ്രസ്താവനകൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും ഒരു തരത്തിലും വെച്ചുപൊറുപ്പിക്കാൻ ആവില്ല എന്നും ജില്ലാ നേതൃത്വം പറഞ്ഞു. നേരത്തെ ജനാധിപത്യ മഹിളാ അസോസിയേഷനും പാർട്ടി ഘടകങ്ങളും ഏരിയ സെക്രട്ടറിയുടെയും DYFI ജില്ലാ സെക്രട്ടറിയുടെയും പ്രസ്താവനകൾക്കെതിരെ രംഗത്തു വന്നിരുന്നു. CCN മണ്ണാർക്കാട്. രഹസ്യവിവരത്തിൽ ചെർപ്പുളശ്ശേരി പോലീസ് നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്നായ MDMAയുമായി 4 പേർ പിടിയിൽ. കർണാടക സ്വദേശിയായ ഒരു വനിത ഉൾപ്പെടെ 4 പേരെയാണ് വെള്ളിനേഴിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. വെള്ളിനേഴി കുണ്ടുതോട് പാലത്തിനു സമീപം വെച്ച് 120 ഗ്രാം മാരക ലഹരിമരുന്നായ MDMAയുമായി വനിതയുൾപ്പെടെ 4 അംഗ സംഘമാണ് പോലീസ് പിടിയിലായത്. എടത്തനാട്ടുകര സ്വദേശിനി നിയാസ്, എടപ്പറ്റ സ്വദേശി ഷാജഹാൻ എന്നിവർക്ക് പുറമെ ബാംഗ്ലൂർ സ്വദേശികളായ ആമിന ബേബി, സുരേന്ദ്രൻ എന്നിവരാണ് അറസ്റ്റിലായത്. പിടിയിലായവരിൽ 2 പേർ കർണാടക സ്വദേശികളാണ്. ബാംഗ്ലൂരിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന ലഹരിമരുന്ന് പ്രാദേശിക ഇടപാടുകാർക്ക് കൈമാറാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുണ്ടുതോട് പാലത്തിനു സമീപം വെച്ച് സംഘത്തെ പിടികൂടാനായത്. ഇവർ സഞ്ചരിച്ച കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ നിലവിൽ റിമാൻഡ് ചെയ്തു. CCN ചെർപ്പുളശ്ശേരി. തച്ചനാട്ടുകരയിലെയും ചോളോട്ടിലെയും സാമുദായിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്ന ഹംസന്നയുടെ ഓർമ്മയിൽ അനുസ്മരണവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ചോളോട് ശാഖ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. പ്രവാസി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി MS അലവി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെമ്മാട് ദാറുൽ ഹുദയിൽ നിന്ന് ബിരുദം നേടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ അൽഹംദുലില്ലാ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ആ പൊന്നുമോന് ഈ സമുദായത്തിന് വേണ്ടി ജീവിക്കാനും ഈ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആ കുട്ടി ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഈ വേദിയിലേക്ക് വന്നാൽ നന്നായിരുന്നു. ചെമ്മാട് ദാറുൽ ഹുദ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരുപാട് വർഷം അവിടെ പഠിച്ച് ദാറുൽ ഹുദയിൽ നിന്ന് പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുഞ്ഞലവി ഹംസണ്ണിയെക്കുറിച്ചുള്ള അനുസ്മരണ പ്രഭാഷണം നടത്തി. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റുക്സിനി സെയ്ദ് റംസാൻ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ഉന്നത കലാലയങ്ങളിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കിയ അജ്മൽ ഹുദവി, അനീസ് ഫൈസി, ഇബ്രാഹിം ഖലീൽ നിസാമി, അബ്ദുറഹ്മാൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കൃഷ്ണദാസ്, കൃഷ്ണനുണ്ണി, ഹംസപ്പ, സെയ്ദ് മുഹമ്മദ്, വാർഡ് മെമ്പർ ഹസീന റഷീദ്, ഇല്യാസ്, മൻസൂർ, ഉനൈസ്, റാഫി, റഷീദ്, നിസാർ, മുൻ പഞ്ചായത്ത് അംഗം സുധാകരൻ, അഷ്കർ, ഹംസ അൻവരി, മുസ്തഫ, താഹിർ കമാലി, നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. CCN ചത്തല്ലൂർ. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും 8, 9, 10 ക്ലാസുകളിൽ പഠിക്കുന്ന SC വിദ്യാർത്ഥികൾക്കാണ് പഠനത്തിന് ആവശ്യമായ മേശയും കസേരയും നൽകിയത്. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. വൈസ് പ്രസിഡന്റ് P രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മൈമൂനത്ത് സാദിഖ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ K സൈതലവി, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ PC പത്മജാക്ഷി എന്നിവർ ആശംസകൾ നേർന്നു.
നടന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ടി ഷീജ, ഷെറീന, സി വിജിത, യു മുഹമ്മദ് മുസ്തഫ, എൻ വി ബാലകൃഷ്ണൻ, സി പാർവതി, ഷാഹുൽ ഹമീദ്, അസിസ്റ്റന്റ് സെക്രട്ടറി രാജശ്രീ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി തോട്ടര 6-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വാർഡ് പ്രസിഡന്റ് കെ കുഞ്ഞാപ്പു ഹാജി ചടങ്ങിൽ പതാക ഉയർത്തി. കരിമ്പുഴ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PM മുഹമ്മദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. മാർച്ച് 10-ാം തീയതി മദ്രാസ് രാജാജി ഹാളിൽ വെച്ച് കായിദമിൻ്റെ ഇസ്മായിൽ സാഹിബും അഭിയൊന്നരായ PH മുഹമ്മദ് സാഹിബ് ഭാഷത്തങ്ങൾ പോലത്തെ ആളുകൾ ആരാരുമില്ലാതിരുന്ന ഒരു സമുദായത്തിന് ഒരു മാർഗദീപം അർപ്പിച്ചുകൊണ്ട് മാർച്ച് 10-ാം തീയതി ഹരിത പതാക വാനിലുയർത്തിക്കൊണ്ട് പ്രവർത്തനം കുറിച്ച ഈ പ്രസ്ഥാനം ഇന്ന് ഒരുപാട് നേട്ടങ്ങളിലൂടെ കേരളത്തിലായാലും ശരി ഇന്ത്യയിലായാലും ശരി ഒട്ടേറെ നേട്ടങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു ശക്തിയായി ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ സംരക്ഷകരായി ഇന്നും സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന്റെ ചരിത്രപരമായ പ്രാധാന്യവും വർത്തമാനകാല പ്രസക്തിയും ചർച്ച ചെയ്ത ചടങ്ങിൽ പ്രമുഖ നേതാക്കളും പ്രവർത്തകരും സംബന്ധിച്ചു. ഹബീബ് തങ്ങൾ, താഹിർ തങ്ങൾ, EP ബഷീർ, EK അബു, ഷീബ പാട്ടത്തൊടി, ഫായിസ്, സെയ്തലവി, ഷമീർ, KK മുജീബ് ആലായിൻ, അലി EK, ഹംസു EP, ഖാദർ EK, അഷറഫ് MP തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. KSSPAയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജീവിത സമരയാത്രയുടെ മധ്യമേഖലാ ജാഥയ്ക്ക് ശ്രീകൃഷ്ണപുരം സബ് ട്രഷറിക്ക് മുന്നിൽ സ്വീകരണം നൽകി. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് U കുഞ്ഞായ്മോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ KV മുരളി, ജാഥ മാനേജർ C ബാലൻ, ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. VA ലത്തീഫ്, TM കുഞ്ഞുമൊയ്തീൻ, T വനജ, തെങ്ങിൻകോട് ശശി, ആലിസ് കറിയ, TS രാധാമണി തുടങ്ങിയവർ പ്രസംഗിച്ചു. CCN കടമ്പഴിപ്പുറം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേങ്ങര മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ചമ്പൻ അബ്ദുൾ റഫീഖിന്റെ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി. AR നഗർ പഞ്ചായത്ത് അധികൃതർക്കെതിരെയാണ് സ്ഥാനാർത്ഥി ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ടഭ്യർത്ഥിച്ച് സ്ഥാപിച്ചിരുന്ന ബോർഡുകൾ പഞ്ചായത്ത് അധികൃതർ ബോധപൂർവം നശിപ്പിക്കുകയായിരുന്നുവെന്ന് റഫീഖ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാപിച്ച ബോർഡുകൾ പോലും മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുമ്പോൾ തന്റെ ബോർഡുകൾക്ക് നേരെ മാത്രം നടപടിയെടുത്തത് വിവേചനപരമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഹൈക്കോടതി വിധി 2016 മുതൽ കേരളത്തിൽ നിലവിലുണ്ട്. കഴിഞ്ഞ 21/2/2026 ശനിയാഴ്ച മുതലല്ല ഹൈക്കോടതി വിധിയുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ എനിക്കും അറിയാം, ഈ പറഞ്ഞതിന്റെ പ്രവർത്തകന്മാർക്ക് അറിയാം. റോഡ് സൈഡിൽ പൊതുസ്ഥലങ്ങളിൽ ഫ്ലെക്സുകൾ സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ള ഹൈക്കോടതി വിധി 2016 മുതൽ നിലവിലുണ്ട്. 21/2/2026 ശനിയാഴ്ച മുതൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്റെ ഫ്ലക്സുകൾ മാത്രം, ചിലതിപ്പോഴും പോയി കഴിഞ്ഞാൽ കാണാൻ, ഞാൻ എന്റെ തെളിവ് വൈകുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഫോട്ടോ അടക്കം കാണിച്ചു തരാം. AR നഗർ പഞ്ചായത്തിൽ ഇപ്പോഴും ഹൈക്കോടതി വിധി എന്താ അവർക്ക് ബാധകമല്ല, എനിക്ക് മാത്രം ബാധകമാണോ? ഞാൻ ഒരു സ്വതന്ത്രനായിട്ട് നിൽക്കാൻ പുറപ്പെട്ടപ്പോൾ മാത്രം ഹൈക്കോടതി വിധി ഉണ്ടായതല്ല. എല്ലാ മണ്ഡലത്തിലും എല്ലാ സ്ഥലത്തും ഹൈക്കോടതി വിധി ബാധകമാണ്. കേരളത്തിലെ എല്ലാ സ്ഥലത്തും എന്റെ ഫ്ലക്സുകൾ മാത്രം നശിപ്പിക്കുകയും നിയോജകമണ്ഡലത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വൈരാഗ്യം, ഞാൻ എന്റെ പഞ്ചായത്ത് സെക്രട്ടറിയോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു മുകളിൽ നിന്നുള്ള ഓർഡറാണെന്ന് പറഞ്ഞു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പഞ്ചായത്തിന്റെ ഈ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വേങ്ങര മണ്ഡലത്തിൽ മാറി മാറി വന്ന സർക്കാരുകളോ ജനപ്രതിനിധികളോ കാര്യമായ വികസനം കൊണ്ടുവന്നിട്ടില്ലെന്നും മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് താൻ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്നും അബ്ദുൾ റഫീഖ് കൂട്ടിച്ചേർത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് PK ശശി പോയാൽ ശശിക്ക് പോയി എന്നല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. PK ശശിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ശേഷം മണ്ണാർക്കാട് സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
ചെർപ്പുളശ്ശേരി നഗരസഭയിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യാത്തതിൽ കൗൺസിലിൽ തർക്കം. ഇത് ഭരണസമിതിയുടെ അനാസ്ഥയാണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. സാങ്കേതിക പ്രശ്നങ്ങളാണ് തടസ്സമെന്നും പെൻഷൻ മുടക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ പെൻഷനു വേണ്ടി വാദിക്കുന്നത് എന്നും ഭരണപക്ഷം പറഞ്ഞതോടെ തർക്കമായി. മാധ്യമവിലക്കിനെതിരെ ചെർപ്പുളശ്ശേരി നഗരസഭാ കൗൺസിലിൽ കണ്ണുകെട്ടി പ്രതിഷേധം. മുസ്ലിം ലീഗ് കൗൺസിലർ റിഷാദ് വാണിയപ്പുറയാണ് വ്യാഴാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിൽ കണ്ണുമൂടിക്കെട്ടി എത്തിയത്. എന്നാൽ മാധ്യമങ്ങളെ സംരക്ഷിക്കാൻ ശക്തിയും മനസ്സും ഉള്ളവരാണ് തങ്ങളെന്ന് ഭരണപക്ഷവും വ്യക്തമാക്കി. രഹസ്യ വിവരത്തിൽ ചെർപ്പുളശ്ശേരി പോലീസ് നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്നായ MDMA-യുമായി 4 പേർ പിടിയിൽ. കർണാടക സ്വദേശിയായ ഒരു വനിതയുൾപ്പെടെ 4 പേരെയാണ് വെള്ളിനേഴിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.